ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്നലെ ആയിരുന്നു പ്രവീൺ മൃദുലയുടെ അച്ഛനെ കാറ് അവർ കൊടുക്കുന്ന ആ വീഡിയോയുടെ അവസാന ഭാഗം കണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ പകുതി വരെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് ഞാൻ അതിൻ്റെ അവസാന ഭാഗം കണ്ടത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ അവസാന ഭാഗം കണ്ടപ്പോൾ അവർ മാളിലൊക്കെ പോയിട്ട് ആ ഫുഡ് കഴിക്കുന്ന ആ സീനും ബർഗർ കഴിക്കുന്നതും അതുപോലെ തന്നെ തിരിച്ച് വീട്ടിലെത്തിയിട്ട് പ്രവീണിനോടും മൃദുലയോടൊക്കെ സംസാരിക്കുന്ന കുഞ്ഞിനോട് യാത്ര പറയുന്ന ആ സീനൊക്കെ കണ്ടപ്പോൾ എന്താ പറയുക, ഓൾറെഡി ദൈവം അത് തീരുമാനിച്ചതുപോലെ, അല്ലെങ്കിൽ അച്ഛനെ അത് ആ വീഡിയോയിൽ കാണുമ്പോൾ എന്തോ ഒരു എന്നത്തെയും പോലെ അല്ലാതെ എന്തോ ഒരു പ്രത്യേകത ആ ലാസ്റ്റ് പോർഷൻ ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവില്ലേ? കണ്ടവർക്ക് തോന്നിയിട്ടുണ്ടാവും. എന്നത്തെയും പോലെ അല്ലാതെ അച്ഛൻ ഭയങ്കര ആക്റ്റീവായിട്ട് ഭയങ്കര സന്തോഷമായിട്ട് ആണ് ആ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ പോകുമ്പോൾ അവസാനമായിട്ട് ആ യാത്ര പറയുമ്പോൾ ഒരു വിങ്ങൽ ആ മനസ്സിൽ ആ മുഖത്ത് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഒരുപക്ഷെ മരണം ചിലർക്കല്ല, എല്ലാവർക്കും അതിൻ്റെതായ കുറേ സിംറ്റംസ് ഉണ്ടാവും. അപ്പം അല്ലെങ്കിൽ അങ്ങനെ മൃദുലയുടെ അച്ഛനെ വലുതായിട്ട് നമ്മുടെ വീഡിയോസിൽ കാണാറില്ല. പക്ഷെ അന്നത്തെ ദിവസം ത്രൂ ഔട്ട് ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് അതിൻ്റെ ആ പോർഷൻ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. സിനിമയൊക്കെ ഉണ്ട്. പുഷ്പ ഇപ്പോഴാണ് കാണുന്നത്. പുഷ്പ എങ്ങനെയായിരുന്നു? ക്ലൈമാക്സ് ഫഹദ് ഫാസിലിന്റെ സീന് മുമ്പേ ഉറങ്ങിപ്പോയി. ഇത് ലാസ്റ്റ് തീർന്നാണ് ഈ സിനിമ ഇത്ര കണ്ടില്ലേ? സിനിമ കണ്ടപ്പോ ഇറങ്ങും. ബുക്ക് വായിച്ചുറങ്ങുന്നൊക്കെ സിനിമ എന്നേലും ഓട്ടിക്ക് നീ ഡ്രൈവ് ചെയ്യുമെന്നെങ്കിലും അങ്ങനെയൊന്നും പോകത്തില്ല. ഡ്രൈവ് ചെയ്യൂ നീ? അതെന്തൊരു ചോദ്യാ? ഞാൻ ഡ്രൈവ് ചെയ്തില്ലെങ്കിൽ ഏട്ടനാ ഉത്തരവാദി. ഞാൻ ഡ്രൈവ് ചെയ്യണം. ഉടനെ മുതൽ ഡ്രൈവിംഗ് സ്കൂളിൽ കൊണ്ട് ചേർക്കണം. അവര് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ പഠിപ്പിച്ചാൽ അവരാകുമ്പോൾ റൂട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുമല്ലോ. അതിൻ്റെ ഒരു പ്രോപ്പർ രീതി. ഒരു വണ്ടി ഓടിക്കുന്നതിൽ ഡ്രൈവിംഗ് മാത്രം പോരല്ലോ, റോഡിലെ റൂൾസും കാര്യങ്ങളൊക്കെ എല്ലാം അവരായിരിക്കും കറക്റ്റായിട്ട് പറഞ്ഞു തരും. അപ്പോൾ അവിടെ കൊണ്ട് ഡ്രൈവിംഗ് സ്കൂളിൽ ചേർത്താലേ കറക്റ്റ് അതൊക്കെ പറയത്തുള്ളൂ. അപ്പം പോവല്ലേ? കല്യാണം കഴിഞ്ഞ് 1 വർഷം ആകുമ്പോൾ ആ വണ്ടി കൊണ്ട് ഒക്കെയാണെന്ന് പറഞ്ഞു. അത് തന്നെ താങ്ങാൻ വയ്യ. ഇതിനെ പ്രസവിച്ച് വളർത്തി ഇത്രയും വർഷമായിട്ട് 24 വർഷമായിട്ട് ഇപ്പം ഒഴുകുമ്പോ അപ്പൊ അച്ഛനും അമ്മയും ഉണ്ടാകുന്നതായിരിക്കും സംഭവം. അത് പിന്നെ വിഷമമുണ്ടല്ലോ. അച്ഛനും അമ്മയും വരുമ്പോ മക്കൾക്ക് വിഷമമില്ല, അച്ഛനമ്മമാർക്ക് മാത്രമേ വിഷമമുള്ളൂ. വിഷമം എന്ന് പറയുന്ന ഒരു സാധനം എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചേക്കുന്നത്. അതുകൊണ്ട് ധൈര്യം എനിക്ക് മേളില്ല, അതിക്ക് മേലില്ലാതെ പറഞ്ഞൊരു വാക്കുണ്ട്. ആ കാര്യമാണ്. രണ്ടുപേരും കൂടി ട്രിപ്പൊക്കെ അടി, തെങ്കാശി, പിന്നെ ഹിമാലയം, അങ്ങനെ ഞങ്ങള് ലോങ് ഡ്രൈവ് രണ്ടുപേരും കൂടി. അപ്പൊ ജേണി രാത്രി യാത്രയില്ല. അത് ആ സെറ്റിന്റെ റിമോട്ട് അറിയിട്ടാണ്. ചെറിയൊരു ചിരി വന്നിട്ടൊക്കെ പോയി. എല്ലാരും പോയപ്പോ വീട് ഒഴിഞ്ഞു വരാട്ടോ. അപ്പം നിങ്ങൾ അത്രയും പോർഷൻ കണ്ടല്ലോ. സത്യം പറഞ്ഞാൽ എനിക്കിത് കണ്ടപ്പോൾ എൻ്റെ ഫാദറിനെയാണ്, വാപ്പയാണ് ഓർമ്മ വന്നത് കേട്ടോ. എൻ്റെ ഫാദറും ഇതുപോലെ പെട്ടെന്നൊരു ദിവസം ആരോടും ഒന്നും പറയാണ്ട് നമ്മളെയൊക്കെ ഒറ്റയ്ക്കാക്കി പോയതാണ്. ജൂൺ ലാസ്റ്റ് ദിവസം, അതായത് ജൂൺ ലാസ്റ്റ് വീക്ക് ശനിയാഴ്ച എൻ്റെ വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുമല്ല നമ്മുടെ മൃദുലയുടെ അച്ഛൻ ആ മാളിൽ ആ ഫുഡ് ആസ്വദിച്ച് കഴിക്കാൻ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ വാപ്പയാണ് ഓർമ്മ വന്നത്. ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ. അപ്പോൾ ആൾക്കും ഡയബറ്റിക് ആയിരുന്നു. ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഡയബറ്റിക് ആയതാണ്. അപ്പോൾ വലിയ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ്. വലിയ പ്രശ്നങ്ങളുള്ള ശരീരമൊന്നും അല്ലായിരുന്നു. നന്നായിട്ട് ഫുഡ് കഴിക്കുമായിരുന്നു, നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു.
അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ, അതായത് പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുമ്പം, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ കേട്ടോ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ പെട്ടെന്ന് സംഭവിച്ച ഒരു കാര്യമാണ് മൃദുലയുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ളത്, എൻ്റെ വീട്ടിൽ വന്ന അന്ന് നല്ലോണം ഫുഡൊക്കെ കഴിച്ച് നല്ല സന്തോഷമായിട്ടാണ് ഈ ശനിയാഴ്ച നൈറ്റ് 9 മണിക്ക് 10 മണിയോളമായി എൻ്റെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ. ഇപ്പോൾ ശനി, തിങ്കൾ, ചൊവ്വ, ബുധനാഴ്ച, അതായത് 3 ദിവസം, അല്ലെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് വൈകുന്നേരം വീട്ടിൽ പോകുന്ന ഞാൻ ആ വീക്ക് പോയില്ല കേട്ടോ. എൻ്റെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ അത് ഡിലേ ആയി. അപ്പോൾ അതെവിടെയാണ്, അങ്ങനെ അതുകൊണ്ട് അത് കിട്ടി. അപ്പോൾ അതുകൊണ്ട് കൊടുക്കാമെന്ന് കരുതി. ചൊവ്വാഴ്ച കിട്ടി. അപ്പോൾ ഞാൻ കരുതി ഇന്ന് പോകണ്ട, ബുധനാഴ്ച വൈകിട്ട് പോയി കാണിക്കുക, സർട്ടിഫിക്കറ്റ് കയ്യിലേക്ക് കൊടുക്കാമെന്നൊക്കെ കരുതി ഇരുന്നപ്പോൾ രാവിലെ ഞങ്ങൾ അന്ന് നന്നായിട്ട് ഞാൻ ഉറങ്ങി കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം 5 മണിക്ക് ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഉമ്മ വിളിക്കുവാണ്, ഇതേപോലെ ശ്വാസം മുട്ടലാണ്, പെട്ടെന്ന് വരൂ, മെഡിക്കലിലേക്ക്, ഇവിടെ അടുത്തുള്ള ക്ലിനിക്കിൽ നിന്ന് മെഡിക്കലിലേക്ക് കൊണ്ടുപോകാൻ പറയണം. അപ്പോൾ ഞാൻ 5:30 ആയപ്പോൾ ഞാൻ വന്ന് ആംബുലൻസിലേക്ക് കയറുന്നു. ഞാൻ കയറിയ ആ മൊമെൻറ്റ് മാത്രമേ ഓർമ്മയുള്ളൂ. ആ ഒരു സെക്കൻഡ് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് മൊമെൻറ്റ് എന്നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ആ ബ്രീത്ത് വെയിറ്റ് ചെയ്തത്, ആ ശ്വാസം വെയിറ്റ് ചെയ്തതായിരിക്കണം. കാരണം ഓക്സിജൻ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ കയറി ഇങ്ങനെ റിലാക്സ് ചെയ്യിപ്പിച്ചു. ഞാൻ കയറി കഴിഞ്ഞ് എന്നെ ഒന്ന് നോക്കി ഉടനെ ആളങ്ങ് കാമായി, ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ അങ്ങ് മാറി. അപ്പം ഞങ്ങൾ കരുതി എന്നെ കണ്ടപ്പോൾ ആൾ റിലാക്സ് ആയതായിരിക്കും. ഞാൻ ഇങ്ങനെ തടവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ആൾ ഇവിടെ നിന്ന് വണ്ടി എടുത്ത് ആംബുലൻസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ആൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കരുതി മെഡിക്കലിൽ എത്തുമ്പോൾ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് കൊണ്ടുപോയത്. പക്ഷേ കിട്ടിയില്ല. പെട്ടെന്ന് ഒരു ദിവസം ഇതുപോലെ ഞങ്ങൾക്കും നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഒന്ന് വയ്യാതെ കിടന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന് കിടന്ന് നമ്മൾ ഒരു ദിവസമെങ്കിലും കിടക്കുമ്പോൾ നമുക്കൊരു അക്സെപ്റ്റ് ചെയ്യാനുള്ള ടൈം കിട്ടും. പക്ഷേ ഇത് അതിന് പോലുള്ള സമയം കിട്ടിയില്ല. അതിന് മുന്നേ എല്ലാം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് എല്ലാവരെയും രക്ഷിക്കട്ടെ എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. മരണമാണ്, എല്ലാവർക്കും വരും. പക്ഷേ അത് നമുക്ക് പെട്ടെന്നിങ്ങനെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ, അതും ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന ഒരു സമയത്തായിരുന്നു അത് സംഭവിച്ചത്. ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഇത് സംഭവിച്ചില്ല. ഏറ്റവും നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്ന ടൈമിലാണ്. അപ്പോൾ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല മരിക്കണമെന്ന്, ലൈഫിൽ മുന്നോട്ട് ജീവിക്കണം. കാരണം എൻ്റെ ഒരു കുഞ്ഞിനെ കാണണമെന്നുള്ള ആഗ്രഹമായിരുന്നു ഭയങ്കരം. അപ്പം അതിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ആൾ പെട്ടെന്ന് പോകുന്നൊന്നും ആൾ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഇതൊന്നും നമുക്ക് നികത്താൻ പറ്റാത്ത സങ്കടമാണ്. അപ്പോൾ നമുക്ക് അത് താങ്ങാനും അത് കടന്നു വരാനും ഉള്ള കഴിവ് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.